നമ്മുടെ രാജ്യത്ത് ഒരു പുതിയ വിവാദം കൂടെ ഉടലെടുത്തിരിക്കുകയാണ് ഇന്ന്. മറ്റൊന്നുമല്ല, സഞ്ചാർ സാധി എന്ന് പറയുന്ന ആപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സഞ്ചാർ സാധി എന്ന് പറയുന്ന ഒരു ആപ്പ്, കേന്ദ്ര സർക്കാർ ഇറക്കുന്ന ഒരു ആപ്പ്, ഇന്ത്യയിൽ വിൽപ്പനയ്ക്ക് എത്തുന്ന എല്ലാ മൊബൈലുകളിലും പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആ ആപ്പ് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു നിർദ്ദേശം മൊബൈൽ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുകയാണ്. അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ആയിരുന്നു രാവിലെ വന്നിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടുകളെങ്കിലും ഇപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പോലെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട്. ആ ഒരു ആപ്പ് ആവശ്യമുള്ളവർ മാത്രം ഫോണിൽ വെച്ചാൽ മതി, മറ്റുള്ളവർക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യേണ്ടവർക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാം എന്നുള്ള തരത്തിൽ. ഇപ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ iOS അല്ലെങ്കിൽ ഐഫോൺ യൂസേഴ്സിനെ സംബന്ധിച്ച് ചിലപ്പോൾ അത്രത്തോളം അറിയുണ്ടാവില്ല. പക്ഷേ ആൻഡ്രോയിഡ് ഫോണുകളിൽ മിക്കതിലും ഈ ഒരുപാട് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ആപ്പ് ഉണ്ടാവും. അത് ചിലപ്പോൾ ആ ഫോണിൻ്റെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്പുകളായിരിക്കാം. അതിൽ പലതും ഡിലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് അതെപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും. നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് സമയത്തിലേക്ക് മാത്രം ഡിസേബിൾ ചെയ്തിടാൻ വേണ്ടി മാത്രം പറ്റുന്ന തരത്തിലുള്ള ആപ്പുകളുണ്ട്. അതായത് കംപ്ലീറ്റ് ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റാത്ത തരത്തിലുള്ള ആപ്പുകൾ അതിലുണ്ടായിരിക്കും. സോ അത്തരത്തിലൊരു ആപ്പായിട്ട് ഈ പറയുന്ന സഞ്ചാർ സാഥി എന്ന് പറയുന്ന ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അല്ലെങ്കിൽ ആ ഫോൺ വിപണിയിൽ ഇറക്കുന്ന സമയത്ത് തന്നെ, കസ്റ്റമറുടെ കയ്യിലേക്ക് ഫോൺ കിട്ടുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ഒരു ആപ്പ് അതിലുണ്ടായിരിക്കണം എന്നുള്ളതായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം. അതിലിപ്പോൾ പ്രത്യേകിച്ച് പിന്മാറ്റമൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ അതിലൊരു ആദ്യം വന്ന ന്യൂസ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ വന്നിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത്, വേണമെങ്കിൽ മാത്രം, അതായത് കസ്റ്റമർക്ക് ആ ഒരു ആപ്പ് കയ്യിൽ കരുതണം എന്നുണ്ടെങ്കിൽ മാത്രം അതിൽ വെച്ചാൽ മതി, അതല്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ പറ്റും എന്നുള്ള തരത്തിലാണ്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് ബ്രാൻഡുകളൊന്നും തന്നെ കാര്യമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ആപ്പിൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട്. ആപ്പിളിൻ്റെ എക്കോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സ്വകാര്യതയായിട്ട് ബന്ധപ്പെട്ടൊക്കെ അവർ പറയുന്നത്, ആ ഒരു ആപ്പ് അങ്ങനെ പ്രീ ഇൻസ്റ്റാൾ ചെയ്തിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കസ്റ്റമേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് സ്റ്റോറിൽ നിന്ന് കയറി ഡൗൺലോഡ് ചെയ്യുകയോ അവർക്ക് സൂക്ഷിക്കുകയോ ചെയ്യാം. പക്ഷേ മറിച്ച് ആപ്പിൾ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ അത് ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടി ആപ്പിളിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അതിൽ പ്രധാനമായിട്ടൊരു ക്ലാരിഫിക്കേഷൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഈ ഒരു സാധനം അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. ഒരുപാട് ആളുകളെ കൂടുതലും ടെൻസർ ആക്കിയിട്ടുള്ള ഒരു സംഗതി അത് തന്നെയായിരുന്നു. നമ്മുടെ അനുവാദമില്ലാതെ ഒരു ആപ്പ് അതിൽ വരികയും അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റമാണ്. നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മുടെ ഫോൺ ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, സർവ്വ സ്വാതന്ത്ര്യത്തോടെ നമ്മുടെ ഒരു ഡിവൈസ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് വരും. സർക്കാരാൽ മോണിറ്റർ ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു ഭീതിയോടെ വേണ്ടി വരും നമ്മൾ ഈ പറയുന്ന ഫോണുകളൊക്കെ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഈ സഞ്ചാർ സാധി എന്ന് പറയുന്ന ആപ്പിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് ഈ സ്പാം കോളുകൾ, സ്പാം മെസ്സേജുകളൊക്കെ തന്നെയും ഫിൽട്ടർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ മോഷണം പോവുകയോ അല്ലെങ്കിൽ മിസ്പ്ലേസ് ആയി പോവുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ IMEI നമ്പർ വെച്ചിട്ട് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ആപ്പ് അതിലുണ്ട് എന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ആ ഫോൺ ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പേരിൽ ആരെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് സിം എടുക്കുക, അതായത് നമ്മുടെ അറിവില്ലാതെ നമ്മുടെ പേരിൽ ആരെങ്കിലും സിം എടുക്കുക, അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ തന്നെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ട്, അത്തരത്തിലുള്ള യൂസുകളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു കൺസേൺ എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു ആപ്പ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വരികയും അത് നിരന്തരം പൗരന്മാരെ നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം എന്നുള്ളത് തന്നെയായിരുന്നു പ്രധാനമായിട്ടുള്ള ഇതിനെതിരെ വാദിച്ചിരുന്നവരുടെ പ്രധാന വാദം. എന്തായാലും ആ വാദത്തിന് ഒരുപാട് ആയുസ് ഉണ്ടായില്ല. കാരണം വൈകുന്നേരം ആയപ്പോഴേക്ക് തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊരു ക്ലാരിഫിക്കേഷൻ വന്നു. അത് ഉപയോഗിക്കണം, അതല്ലെങ്കിൽ ആവശ്യമുണ്ട് എന്ന് തോന്നുന്നവർക്ക് മാത്രം ഈ ഒരു ആപ്പ് വെച്ചാൽ മതി എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ ഒരു ആപ്പിൻ്റെ പെർമിഷൻസ്, അതായത് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന പെർമിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിരുന്നു. ഒരുവിധം എല്ലാ ഡാറ്റയിലേക്കുമുള്ള പെർമിഷൻ അത് ചോദിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ഫ്ലാഷ് ലൈറ്റ് വരെ അതിന് പെർമിഷൻ ആക്സസ് വേണമെന്നുള്ള രീതിക്കാണ് അതിൻ്റെ ആൻഡ്രോയിഡ് വേർഷനിലെ പെർമിഷൻ ഒരു ലിസ്റ്റ് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റുമല്ലോ ആ സാധനത്തിൽ കാണിക്കുന്നത്. അതുപോലെ തന്നെ നോർമലി മിക്കവാറും ആപ്പുകളൊക്കെ ചോദിക്കുന്ന കോൾ ലോഗ്, SMS, അതുപോലെ അതിൻ്റെ ഡയലർ പാഡ്, ക്യാമറ ആക്സസ്, ലൊക്കേഷൻ ആക്സസ്, ഈ സാധനങ്ങളൊക്കെ തന്നെ അത് കോമൺ ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു വലിയ ലിസ്റ്റിൽ ഈ പറയുന്ന ഫ്ലാഷ് ഒക്കെ പോലെയുള്ള സാധനങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ എമർജൻസിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ആയിരിക്കാം ആക്സസ്. എന്തായാലും നമ്മുടെ ഫോണിൽ നമ്മൾക്ക് പൂർണ്ണ സമ്മതമില്ലാതെ ഒരു ആപ്പ് ഇത്രയധികം കാര്യങ്ങൾ ആക്സസ് എടുക്കുക, അതല്ലെങ്കിൽ നമ്മുടെ സമ്മതമില്ലാതെ ഇൻസ്റ്റാൾ ആയി ഇരിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു പൗരനെ സംബന്ധിച്ച് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. എന്തായാലും അത് ഇൻസ്റ്റാൾ നിർബന്ധമായും അതിൽ എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിൽ വേണമെന്നുള്ളൊരു നിർദ്ദേശം അവർ കേന്ദ്ര സർക്കാർ മുന്നേ വെച്ചിരുന്നോ എന്നുള്ള കാര്യം ഉറപ്പില്ല. എന്തായാലും അത്തരത്തിലുള്ള വാർത്തകൾ വന്നിരുന്നു. ആ ഒരു ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. അത്തരത്തിൽ നിർബന്ധമായും വെക്കേണ്ട ആവശ്യമില്ല. ആപ്പ് ചിലപ്പോൾ ഒരു പക്ഷേ ആപ്പ് ഇറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ഫോണിൽ ഉണ്ടായിരിക്കും. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ അത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പോട് കൂടിയിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ ഫോണിൽ ഈ ഒരു സാധനം ഉണ്ടാവുക എന്നുള്ളത്.
എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് വ്യാകുലതകളുണ്ടായിരുന്നു. നമ്മൾ ഉത്തര കൊറിയയിലേക്കാണോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു പ്രധാനമായിട്ട് ചോദിച്ചിരുന്നത്. ശരി തന്നെയാണ്, ഒരു ആപ്പ് അങ്ങനെ ഒരു സർക്കാർ നിയന്ത്രണത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ അങ്ങനെ ഒരു ഫോണിൽ വെക്കുക എന്ന് പറഞ്ഞാൽ സർവ്വം നിയന്ത്രിതമാണ്. പിന്നെ നമ്മളുടെ കോളുകൾ, മെസ്സേജുകൾ, നമുക്കൊരു പ്രൈവസി എന്ന് പറയുന്ന സാധനം ഒരു മിത്തായി മാറും. ഇൻ റിയാലിറ്റി പ്രൈവസി ഒരു മിത്ത് തന്നെയാണ് ഇന്നത്തെ കാലത്തെങ്കിൽ പോലും നമ്മൾ അത് കുറച്ചും കൂടെ എന്താ പറയുക, നമ്മുടെ സമ്മതത്തോട് കൂടിയിട്ട് ചെയ്യുന്നത് പോലെ ഒരു അവസ്ഥയായിട്ട് മാറും. നമ്മുടെ കോളുകൾ, SMS-കളൊക്കെ തന്നെയും ട്രാക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ചിലർക്ക് ഒരു പക്ഷേ പറയാൻ വേണ്ടി പറ്റും, എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്കല്ലേ ഇതിനൊക്കെ പേടിക്കേണ്ടതുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ ശരിക്കും ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും സ്വകാര്യതയ്ക്ക് ചെറിയ ചില ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ നമുക്കൊരു സർക്കാർ സംവിധാനങ്ങൾക്ക് അടിയറവ് വെച്ച് കൊടുക്കേണ്ട ഒന്നല്ല. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പൗരന്മാരെ നിരീക്ഷിക്കാൻ സർക്കാർ ഭരണകൂടങ്ങൾക്ക് എന്ന് പറയുന്നത് ഒരുമാതിരി പരിമിതികളുണ്ട്. ആ പരിമിതികളിൽ തന്നെ നിൽക്കേണ്ടതാണ്. ആ പരിമിതി കടന്നൊരിക്കലും ഒരു സർക്കാർ സംവിധാനം വരാൻ പാടില്ല. എന്തായാലും ഈ ആപ്പ് ഒരു ആപ്പായി മാറാതിരിക്കാൻ ഉള്ള പരിപാടികൾ കേന്ദ്ര സർക്കാർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.